ഓക്കേ സ്റ്റുഡന്റ്സ്, ഇപ്പൊ ഞങ്ങൾ നിങ്ങളുടെ ട്രെയിനിങ് ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാരും റെഡിയാണല്ലോ? എവിടെയാണ്? ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. എപ്പോ നോക്കിയാലും അവൻ വൈകി വന്നുകൊണ്ടിരിക്കുന്നേ. ഇന്ന് ഞാൻ അവൾ ഒരിക്കലും ലേറ്റ് ആകാത്ത വിധം പണിഷ്മെന്റ് കൊടുക്കാൻ പോവാ. അല്ലെങ്കിൽ ശരിയാവില്ല. സോറി മാസ്റ്റർ, കാൽ തട്ടിപ്പോയി, അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ശരിക്കും കാല് തട്ടിയതല്ല, നീ ഇത് വേണമെന്ന് വെച്ച് ചെയ്തതാ. പിന്നെ ഇങ്ങനെ നീ പല പ്രാവശ്യം മുമ്പ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ നിനക്ക് തരാൻ പോകുന്ന പണിഷ്മെന്റ് വെച്ച് ഹിംനരേഷ് മാസ്റ്റർ വിളിക്കുന്നു. രണ്ടുപേരും ഒന്ന് പെട്ടെന്ന് പോവാൻ നോക്ക്. ഓക്കേ മാസ്റ്റർ ഗുരു. ഇപ്പൊ നീ രക്ഷപ്പെട്ടിരിക്കുക. പക്ഷെ നിനക്കുള്ള ശിക്ഷ പിന്നാലെ വരുന്നുണ്ട്. തിരിച്ചു വന്നിട്ട് നിന്നെ കണ്ടോളാം. ഒരിക്കൽ കൂടി സോറി മാസ്റ്റർ. ഗുഡ് മോർണിംഗ് മാസ്റ്റർ ഹിംനരേഷ്. വരൂ മുടുപ്പത്തിലോ വരൂ. നിങ്ങൾ രണ്ടുപേരും ഒരു പ്രധാനപ്പെട്ട ജോലി ഏൽപ്പിക്കാൻ പറയൂ. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ലെന്ന് പറയും. മാസ്റ്റർ അങ്ങോന്ന് ആജ്ഞാപിച്ചാ മതി. അങ്ങക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ വരെ ത്യജിക്കാൻ തയ്യാറാ. മാസ്റ്റർ, നിങ്ങൾ എന്താണ് കാര്യം എന്ന് മാത്രം പറയൂ. ഈ ലോകത്തിലെ എന്തു കാര്യമാണെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അത് സന്തോഷത്തോടെ ചെയ്യും. നിങ്ങൾ രണ്ടുപേരുടെ കയ്യിൽ നിന്നും ഞാൻ ഇതാണ് പ്രതീക്ഷിച്ചത്. സംസമിലെ രാജാവ് ബാലു പ്രതാപ് സിംഗിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അദ്ദേഹത്തെ കാണാതായിരിക്കുകയാണ്. അഥവാ ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹത്തിന്റെ പുത്രി കൊട്ടാരത്തിൽ എത്തിയില്ല എങ്കിൽ രാജകുമാരിയുടെ ഇളയച്ചൻ രാജ്യത്തിന്റെ ഭരണം അയാൾ സ്വയം ഏറ്റെടുക്കുന്നതായിരിക്കും. ശരി, അതിനിപ്പോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാ മതി. രാജകുമാരിയെ എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊട്ടാരത്തിൽ എത്തിക്കണം. അതെത്തിക്കാമല്ലോ. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്താ മതി. ഫ്ലൈറ്റോ ട്രെയിനോ അതുപോലെ ബൈ റോഡിലും പോകാൻ പറ്റില്ല. കാരണം രാജകുമാരി അവിടേക്ക് ചെല്ലുന്നത് അക്കുമായ്ക്ക് തീരെ ഇഷ്ടമല്ല. കാരണം അയാൾ സ്വയം രാജാവായി അവരോധിച്ച് സംസമിന്റെ രാജാവായി മാറാനാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അയാൾ എല്ലാ വഴിയിലും തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. രാജകുമാരിയുടെ ജീവൻ അപകടത്തിലാണ്. രാജകുമാരിയെ ആരും അറിയാത്ത ഒരു രഹസ്യ വഴിയിൽ കൂടി വേണം കൊണ്ടുപോകാൻ. അതെങ്ങനെ വേണമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കൂ. ഞാൻ നിങ്ങളെ 3 പേരെയും രാജ്യത്തിന്റെ അതിർത്തിയിലുള്ള മരുഭൂമി വരെ കൊണ്ടെത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യിക്കാം. അതിനുശേഷമുള്ള വഴി ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അത് വളരെയധികം അപകടം പിടിച്ചതാണ്. മാസ്റ്റർ, അങ്ങ് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞങ്ങൾ നേരത്തെ അങ്ങയോട് പറഞ്ഞില്ലേ, അങ്ങക്ക് വേണ്ടി ഞങ്ങൾ ജീവൻ വരെ ത്യജിക്കാൻ തയ്യാറാണെന്ന്. രാജകുമാരി എവിടെയാണ്? അവരെ എവിടെന്നാ കൂട്ടിക്കൊണ്ട് പോകേണ്ടത്? ഇവിടെ തന്നെയുണ്ട്. രാജകുമാരി ആരും അറിയാതെ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ ജീവൻ അപകടമുണ്ടാകും. ബഹുമാനപ്പെട്ട രാജകുമാരി, കമ്മിങ് പ്ലീസ്. മാസ്റ്ററെ, ഇത് രാജകുമാരി ആകാൻ സാധ്യതയില്ല. ശരിക്കും നോക്ക്, ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഒരു വശത്തുനിന്ന് നോക്കിയാലും എനിക്കിത് രാജകുമാരിയായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇവളുടെ സ്വഭാവം കൊണ്ടും യാതൊരു തരത്തിലും ഒരു രാജകുമാരിയുടേതാകാൻ സാധ്യതയില്ല. മാസ്റ്റർ മോട്ടു, നിങ്ങൾ എന്തിനാ എന്നെ കണ്ടിങ്ങനെ പേടിക്കുന്നേ? ഞാൻ വെറും 10 വയസ്സുള്ളൊരു കുട്ടിയല്ലേ. നീ 10 വർഷം ഭൂമിക്ക് മുകളിലാണെങ്കിൽ 100 വർഷം ഭൂമിക്ക് അടിയില. മോട്ടു, നീ എന്റെ വാക്കുകൾ അനുസരിക്കുമെന്ന് എനിക്ക് നീ വാക്ക് തന്നതാണ്. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും അല്ലാതെ വേറെ ആരെയും വിശ്വസിക്കുകയുമില്ല. ഇവൾ നിങ്ങളുടെ അടുത്ത് മാത്രമായിരിക്കും സേഫ് ആയിരിക്കും. അതൊക്കെ ശരിയാണ് മാസ്റ്റർ. പക്ഷെ പ്രശ്നം അതല്ല, ഞങ്ങൾ ഇവന്റെ കൂടെ എത്ര സേഫ് ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മാസ്റ്റർ ഹിംനരേഷ്. നിങ്ങളുടെ ആജ്ഞ ഞങ്ങൾ തീർച്ചയായും നിറവേറ്റും. ഉറപ്പായും ഇവളെ ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് സുരക്ഷിതമായി എത്തിക്കും. വളരെ നല്ലത്. യാത്ര തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. നിങ്ങൾക്ക് പോകാനുള്ള വഴിയുടെ മാപ്പ് ഞാൻ തരാം. അതെ രാജകുമാരി, നിങ്ങൾ ഇവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കരുത്. ഓക്കേ മാസ്റ്റർ. മാസ്റ്റർ മോട്ടു, ഇന്നു മുതൽ നമ്മൾ സുഹൃത്തുക്കളാണ്. ശരി ശരി. നിന്റെ കയ്യിലെന്താ? അയ്യോ, ഇപ്പൊ
കണ്ടില്ലേ മാസ്റ്റർ ഹിംനരേഷ്, ഇവളിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. മാസ്റ്റർ പത്ലു, മാസ്റ്റർ ഹിംനരേഷ് പറഞ്ഞത് അധികമൊന്നും ശല്യം ചെയ്യരുതെന്നാ. എന്നാൽ അല്പമൊക്കെ ശല്യം ചെയ്യാമെന്നാ എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ബോറടിക്കുമല്ലോ. മാസ്റ്റർ മോട്ടു, ഒരു ചിലന്തിയെ കണ്ടിങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ അവനെ തോൽപ്പിക്കാം? അവൻ ശരിക്കും ഒരു അപകടകാരിയാണ്. മഹാരാജാവ് മാനപ്രതാപ് നീനാൾ വാഴട്ടെ. ദേവരാജ്, സേനാപതി, അക്കുമ എന്നെ ഇവിടെ തടവിലാക്കിയ വിവരം നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് അറിഞ്ഞത്? മഹാരാജാവേ, 30 കൊല്ലമായിട്ട് ഞാൻ ഈ കൊട്ടാരത്തിൽ തന്നെയാണ് ഉള്ളത്. നിങ്ങളെ ഏതൊക്കെ സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയും. മഹാരാജാവേ, നമ്മുടെ എല്ലാ സൈനികരും മന്ത്രിമാരും അവരുടെ പേടി കാരണം അക്കുമ ഭാഗത്തേക്ക് പോയി. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ പുറത്തു വന്ന ഉടൻ തന്നെ എല്ലാവരും അങ്ങയുടെ കൂടെ ആയിരിക്കും. ഇത്രയും ധൃതി എന്തിനാണ്? കുറച്ചു നേരം എനിക്ക് വേണ്ടി കാത്തിരുന്നൂടെ? വിശ്വാസം അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് നിങ്ങൾ എന്നോട് കാട്ടുവാണെങ്കിൽ അവരെ വിടൂ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ രണ്ടുപേരും എനിക്ക് ദ്രോഹം ചെയ്തിരിക്കുന്നു. ദ്രോഹികളെ, എന്റെ അനുമതിയില്ലാതെ നിങ്ങളുടെ മഹാരാജാവിനെ ആർക്കും അറിയാതെ പുറത്തു കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അല്ലേ? നിങ്ങൾക്കിതിന് തീർച്ചയായും ശിക്ഷ കിട്ടും. അരുത്! ദ്രോഹം ചെയ്തത് നീയാണ് അക്കുമ. നീ എന്റെ ഒരു ബന്ധുക്കാരനാണ്. എന്റെ പിതാവ് നിന്നെ വളരെയധികം സ്നേഹത്തോടെയാണ് വളർത്തിയത്. പക്ഷെ നീ ഞങ്ങളെ ചതിച്ചു. മുഴുവനും തന്നിട്ടില്ല. എനിക്ക് രാജസിംഹാസനം തന്നിട്ടില്ല. എനിക്ക് കൂടുതൽ മാന്ത്രിക ശക്തികളുള്ള ആ സ്ഥലത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ലല്ലോ. നിങ്ങൾ എല്ലാവരും ചേർന്ന് അതിനെ സംരക്ഷിക്കുകയാണല്ലേ? പക്ഷേ നിങ്ങൾ അതിനെ ഉപയോഗിക്കുന്നില്ല. കാരണം നിനക്ക് അതിനുള്ള യോഗ്യതയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. നീ എന്നെ ചതിച്ച് സത്യം പറയിപ്പിക്കുന്ന ഒരു മന്ത്രമായിരുന്നു തന്നിട്ട് നീ എന്നിൽ നിന്നെല്ലാം പിടിച്ചെടുത്തു. മന്ത്രശക്തികൾ എവിടെയുണ്ടെന്ന് ഞാൻ അറിയാതെ പറഞ്ഞുപോയി. അവസാനം നീ എന്നെ തടവിലാക്കി എന്നിൽ നിന്നുള്ള ശക്തികൾ മുഴുവൻ നീ പിടിച്ചെടുത്തു. മുഴുവനുമല്ല, ഒരെണ്ണം ബാക്കിയുണ്ട്. ആ ഒരു ശക്തി നിന്റെ മകൾ രാജകുമാരിയുടെ അടുത്താണ് ഉള്ളത്. എല്ലാ മുറിവുകളെയും ശരിയാക്കുന്ന ശക്തി. ഒരു മനുഷ്യന് എത്ര മുറിവേറ്റാലും നിന്റെ മകൾ രാജകുമാരി ആ മുറിവിൽ കൈവച്ച് അതിനെ ശരിയാക്കുമല്ലേ? എനിക്ക് ആ ശക്തിയും വേണം. അതിന് നിന്റെ മകളെ എനിക്ക് വേണം. അവളെ നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഒരിക്കലുമില്ല. എന്റെ മകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ അവളുടെ ശക്തിയെ കൈക്കലാക്കും. എന്നിട്ട് എനിക്ക് എന്നേക്കും മരണമില്ല, മരണമില്ല. ഞാൻ ഈ ലോകം മുഴുവനും ഭരിക്കും. എന്നാ ശരി മഹാരാജൻ, ഞാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ മകൾ രാജകുമാരിയെ വരവേൽക്കണ്ടേ? അതിന് വേണ്ട എല്ലാം ചെയ്യണം. ജീവിതകാലം മുഴുവനും ആസ്വദിക്കണം. അതിനുശേഷം അവസരം കിട്ടിയില്ല എന്ന് ഒരിക്കലും വിഷമിക്കരുത്. വേണ്ട വേണ്ട വേണ്ട, അവളെ വെറുതെ വിട്ടേക്ക്. നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, അവളെ ഒന്നും ചെയ്യരുത്. പത്ലു, നമുക്ക് വിക്കിയുടെ കയ്യും കാലും കെട്ടിയിട്ട് കൊണ്ടുപോയിക്കൂടെ? അങ്ങനെ വരുമ്പോ യാത്ര സുഖകരമായിരിക്കുമല്ലോ. ഓട്ടു അവളൊരു രാജകുമാരിയാണ്, അത് നീ മറക്കണ്ട. പ്രിൻസസ്, പ്രിൻസസ്, ഇന്ന് മുതൽ നീ അവളോട് ബഹുമാനത്തോടു കൂടി വേണം പെരുമാറാൻ. ഇന്ന് മുതൽ നീ അവളെ രാജകുമാരി എന്ന് വേണം വിളിക്കാൻ. അതാണ് എന്റെ നിർഭാഗ്യവും. ആരെയാണോ നല്ല പൊട്ടീര് കൊടുക്കാൻ തോന്നുന്നത് ആ ആളെ തന്നെ പ്രിൻസസ് എന്ന് വിളിച്ച് ബഹുമാനം കൊടുക്കണമെന്ന് പറയുമ്പോ ശരി, അവള് പുറത്തു നിന്ന് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ശരി, വാ നമുക്ക് പോയി നോക്കാം അവൾ അകത്ത് എന്താ ചെയ്യുന്നതെന്ന്.
മോട്ടു, ഇപ്രാവശ്യത്തെ നമ്മുടെ യാത്ര എന്തായാലും വളരെ രസമായിരിക്കും. അയ്യോ, ഇല്ല. പിടിച്ചോ, മമ്മി, ഡാഡി, ഇത് അവളുടെ തന്നെ പണിയാ. വേണ്ട, അവളുടെ അമ്മേ, അവളെ. അവള് അവളെ princess വെറുതെ അല്ല. വിടില്ല. അവളെ യക്ഷിയാ, യക്ഷി. അവള് പ്രിൻസ് അത്രേ, പ്രിൻസ്. അവള് പ്രേത, പ്രേത. അമ്മേ. എന്റെ മാർബിൾസ് ഞാൻ എവിടെയോ നഷ്ടപ്പെടുത്തി. നിങ്ങളത് കണ്ടിരുന്നോ? കാണുകയും ചെയ്തു, അനുഭവിക്കുകയും ചെയ്തു. പിന്നെ അതിന്റെ പുറത്ത് കയറി യാത്ര ചെയ്താണ് ഇവിടെ വരെ എത്തിയേ. നീ അഥവാ നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം മാറ്റിയില്ലെങ്കിൽ മാസ്റ്റർ മോട്ടു, നിങ്ങളെന്നെ മാസ്റ്ററാണ്. നിങ്ങളെ ബഹുമാനിക്കേണ്ടത് എന്റെ കടമയാണ്. എന്നാൽ ഒരു കാര്യം മറക്കരുത്, ഞാനൊരു രാജകുമാരിയാണ്. എനിക്കും നിങ്ങൾ ബഹുമാനം നൽകേണ്ടതുണ്ട്. രാജകുമാരി, നിങ്ങൾക്ക് ബഹുമാനം കിട്ടും. അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. വരൂ, വന്ന് ജീപ്പിൽ കയറി ഇരിക്കൂ. വിക്കി, ശരി മാസ്റ്റർ, നിങ്ങൾ എന്റെ മാസ്റ്ററാണ്. മാസ്റ്റർ ആദ്യം ഇരിക്കൂ. ആദ്യം കുസൃതി തരം കാണിക്കും, പിന്നെ നല്ലവളാകാൻ നോക്കും. അയ്യോ, പിന്നെ തമിഴിന്റെ തരം രാജകുമാരി. എന്തു പറ്റി മാസ്റ്റർ? എന്തിനാ ഇങ്ങനെ ഉച്ചത്തിൽ കരയുന്നത്? നീ അല്ല ഇതൊക്കെ ചെയ്തത്. വേണ്ട മോട്ടു, വേണ്ട. നീ അവളെ അടിക്കണ്ട. അവള് രാജകുമാരിയാണ്. കൺട്രോൾ, കൺട്രോൾ മോട്ടു. അത്ര ഇവളോട് പറഞ്ഞു കൊടുക്ക, നമ്മുടെ കൂടെ വരണമെങ്കിൽ ഈ പരിപാടി ഒന്നും നടക്കില്ലെന്ന്. ഇവളോട് മാറിയാ പറ്റൂന്ന് പറ. ഞാനൊരു ചെറിയ കുട്ടിയല്ലേ, എങ്ങനെയാ മാറേണ്ടത് അതെനിക്കറിയില്ല. എന്നാൽ നിങ്ങൾ മാസ്റ്റർ അല്ലേ, നിങ്ങൾക്ക് എല്ലാം അറിയാലോ. നിങ്ങൾക്ക് തന്നെ എന്നെ മാറ്റാമല്ലോ. ഒന്ന് അകത്ത് കയറി ഇരിക്ക്. വാ, വാ. എന്താ വിക്കി, എന്നെ നീ മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലേ? മോട്ടു, ജീപ്പാകെ ഡാമേജ് ആയിരിക്കുക. ഇനി ഈ ജീപ്പ് മുന്നോട്ട് പോവില്ല. നമുക്ക് ഒട്ടകത്ത് കയറി പോകാം. നമസ്കാരം, നമസ്കാരം. മാസ്റ്റർ ഹിംനരേഷ് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് 2 ഒട്ടകത്തെ തരണമെന്ന്. അതിനുവേണ്ടി വന്നതാ. അല്ല, വെറും ഒരു ഒട്ടകം മതിയായിരുന്നല്ലോ. ഈ കുട്ടി ഞങ്ങളുടെ രണ്ടുപേരുടെ നടുക്കിരുന്ന് യാത്ര ചെയ്യുമ്പോ സേഫ് ആയിരിക്കും. ആരെയാണ് ചെറിയ കുട്ടിയെന്ന് വിളിക്കുന്നത് മോട്ടു മാസ്റ്റർ? ഞങ്ങളുടെ നാട്ടിലെല്ലാം രാജകുമാരിക്ക് വളരെ ബഹുമാനം നൽകാറുണ്ട്. എന്താ കൂട്ടുകാരാ, നമ്മൾ പോവുകയല്ലേ? വിക്കി, സൂക്ഷിച്ച്. അയ്യോ, വിക്കി, എന്റെ ബദലു, ദേ അവൻ വീണ് പോവും. ഒന്ന് വേഗം വാടാ. നിർത്ത് രാജകുമാരി, നിർത്ത്. അത് രാജകുമാരി ഒന്ന് നിർത്ത്. പറയുന്നതൊന്ന് കേൾക്ക്, ഒന്ന് കേൾക്ക്. നിർത്ത്. നിങ്ങൾ എന്തിനാണ് അതിലിങ്ങനെ തൂങ്ങി പിടിച്ചോണ്ട് പോകുന്നത്? ഈ ഒട്ടകത്തിൽ വന്നിരുന്ന അങ്ങനെ തൂങ്ങി പോകണ്ടല്ലോ. ശരി, വാ, പുറകെ പോ. രാജകുമാരി, നിർത്ത്, നിർത്താൻ. നമുക്ക് 3 പേർക്കും ഒന്നിച്ച് പോവാം. നിർത്തുന്നുണ്ടോ അല്ലെങ്കിൽ രണ്ടെണ്ണം അങ്ങോട്ട് പൊട്ടിക്കട്ടെ? ഒരു രാജകുമാരിയോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. ബാഡ് മാനേഴ്സ്. ഞാൻ ക്യാമൽ റേസിൽ ചാമ്പ്യനാ. നിങ്ങളിങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. രാജകുമാരി, ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്. ഇല്ലെങ്കിൽ ദാ പിടിച്ചോ. വികൃതി കാട്ടുന്നതിന് നിനക്ക് ഇങ്ങനെയാണ് വേണ്ടത്. രാജകുമാരിയൊക്കെ നീ നിന്റെ വീട്ടിലായിക്കോ. പക്ഷെ ഇവിടെ നീ എന്റെ സ്റ്റുഡന്റാ. നിന്നെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാ. കുസൃതി കുട്ടികളെ പോലെയാണോ ബിഹേവ് ചെയ്യുന്നത്? പിടിച്ചോ. ഒരു പക്ഷെ ഭരണം നിന്റെ കയ്യിൽ വന്നാൽ നീ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുക? രാജകുമാരി ഒരു രാജകുമാരിയെ പോലെ തന്നെ വേണം പെരുമാറേണ്ടത്. മോട്ടു, വേണ്ട മോട്ടു, നിർത്ത്. ദേഷ്യത്തെ കൺട്രോൾ ചെയ്യേ, കൺട്രോൾ. അവള് രാജകുമാരിയാണ്. ശരി.
ഡെസേർട്ടിലെ ടൊർണാഡോ ആണ്. വെൽക്കം പ്രിൻസസ്, വെൽക്കം. ഞാൻ നിനക്ക് വേണ്ടി കുറെ നേരം കണ്ണടയ്ക്കാതെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഇരിക്കുകയല്ല, നിൽക്കുകയാണ്. എല്ലാം ഒന്ന് തന്നെയാണ്. ഞാൻ നിന്നെ വരവേൽക്കാൻ വന്നിരിക്കുകയാണ്. എന്താ വേണ്ടേ? ഞാൻ ആരാണ് എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല. രാജകുമാരിയെ എന്റെ കയ്യിൽ തന്നിട്ട് നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ. അങ്ങനെയൊന്നും അവളെ നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ജീവിതം ഉള്ളവരെ ആസ്വദിക്കണം. പിന്നീട് അവസരം കിട്ടിയില്ല എന്ന് ഒരിക്കലും വിഷമിക്കരുത്. അവസാനമായി പറയുകയാണ്, നിങ്ങൾ ഇവിടുന്ന് പോകണം. ഞങ്ങളും നിന്നോട് അവസാനമായിട്ടാ പറയുന്നേ, നീ തിരിച്ചു പോ. എന്നോട് ഏറ്റുമുട്ടാൻ ഈ ലോകത്തിൽ ശക്തി പോരാ. എന്നെ കണ്ടു വേണം ഈ ലോകം പേടിക്കാൻ, അല്ലാതെ ഞാൻ പേടിക്കില്ല. നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയണോ? നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ പറയാം. ഇതെന്റെ അച്ഛന്റെ വകയിലൊരു സഹോദരനാ, അക്കുമ എന്ന പേര്. ഇയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ നമ്മൾ രഹസ്യ വഴിയിലൂടെ പോയത്. എന്നാൽ ആരോ ഇവർക്ക് വിവരം നൽകിയിരിക്കുന്നു. അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അതെ, മോട്ടു, അവനെ വിടരുത്. ശരി. Bye bye Akuma. ഇത് സാൻഡ് വൈപ്പറാണ്. അതൊരു പ്രാവശ്യം നിന്നെ കടിച്ചാ അതിന്റെ പല്ല് നിന്റെ അകത്തും നിന്റെ ജീവൻ പുറത്തും. പറഞ്ഞില്ലേ, ജീവിതമുള്ളവരെ ആസ്വദിക്കണമെന്ന്. നിന്റെ അവസരം കിട്ടിയില്ലെന്ന് വിഷമിക്കാൻ പാടില്ല. പക്ഷേ നിങ്ങൾ എന്റെ വാക്ക് കേട്ടില്ല. മാസ്റ്റർ, ഇയാൾ എന്തായി ചെയ്യുന്നേ? എന്തോ മാജിക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ഏറ്റുമുട്ടാൻ ഈ ലോകത്തിന് ശക്തി പോരാ. എന്നെ കണ്ട് വേണം ഈ ലോകം പേടിക്കാൻ, അല്ലാതെ ഞാൻ ഈ ലോകത്തെ കണ്ട് പേടിക്കില്ല. അയ്യോ, നമ്മൾ പറയണ്ട. ഇനിയിപ്പൊ നമ്മൾ ആരോട് എങ്ങനെ വഴക്കിടും? മുകളിലേക്ക് നോക്ക്, അവിടെ. ഇവരോട് നമ്മൾ ഈഗിൾ സ്റ്റൈലിൽ വഴക്കിട്ടാൻ പറ്റൂ.
അരുത്. ഇപ്പൊ ഒട്ടകം മലയുടെ താഴെ എത്തിയില്ലേ? നമ്മുടെ ഒട്ടകം എവിടെയാ പത്തിലു? അതിനെ നമ്മൾ എവിടെയോ വിട്ടിട്ട് വന്നല്ലോ. മോട്ടു അത് വെറുതെ ഒരു പഴഞ്ചൊല്ല് പോലെ പറഞ്ഞതാ. അയാൾ രക്ഷപ്പെട്ടു തോന്നുന്നേ. രക്ഷപ്പെട്ട ശീലമില്ല, ഓടിച്ചാണ് ശീലം. രാജകുമാരിയോ, ചെയ്യരുത്. വിട്ടേക്ക്. വിട്ടേക്ക്. രാജകുമാരി, എനിക്ക് നിന്നോട് യാതൊരു വിരോധവുമില്ല. എന്റെ കയ്യില് ജനങ്ങളുടെ മുറിവുകൾ ശരിയാക്കുന്ന ആ അത്ഭുത ശക്തിയുണ്ട്. ഞാൻ അതിനെ നിന്റെ അടുത്തുനിന്ന് എടുക്കാനാണ് വന്നത്. എന്നിട്ട് നിന്നെ വിട്ടേക്കാം. താങ്ക് യു പത്ലു സർ. താങ്ക് യു മാസ്റ്റർ മോട്ടു. You are very welcome, princess dear. വരൂ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. അതാ നമ്മുടെ ക്യാബ്. ഓഹോ, പത്ലു, ഇതുപോലുള്ള മരുഭൂമിയില് യാത്ര ചെയ്യുന്ന ഒരു സുഖമേ അതൊരു തനി സുഖം തന്നെയാടാ. കുറച്ചു ബുദ്ധിമുട്ടുണ്ടാവും. ആ, അതേ മോട്ടു. ഓഹോ, എന്തൊരു ഭംഗിയാടാ. മാസ്റ്റർ മോട്ടു പത്ലു വേഗം വാ. നിക്ക് രാജകുമാരി. ഞാനാ പറഞ്ഞേ. വരൂ മാസ്റ്റർ, നല്ല രസമുണ്ട് ഇതിൽ. അയ്യോ, ഒന്ന് നിക്ക്. എന്ത് രസായി ഈ യാത്ര. നന്നായിരിക്കുന്നു. ആ രാജകുമാരി, എന്റെ അടുത്തേക്ക് വാ. വാ, ഞാൻ നിന്നെ വരവേൽക്കാൻ തയ്യാറാണ്. ഇല്ല, മാസ്റ്റർ മോട്ടു പത്ലു സഹായിക്കൂ. അയാൾ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. രാജകുമാരി. നീ കാണിക്കാൻ നിന്റെ തോന്നിവാസം. നീ ആര് പറഞ്ഞാലും നീ കേൾക്കില്ലല്ലോ. മോട്ടു ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ കൺട്രോൾ. വരൂ, നമുക്ക് ഇവിടെ നിന്ന് ഒന്നിച്ച് ചേർന്ന് റോൾ ചെയ്ത് പോവാം. റോൾ 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 റോൾ. താങ്ക് യു മാസ്റ്റർ. അവർ മഞ്ഞിനടിയിൽ മൂടിപ്പോയി. രാജകുമാരി നമസ്കാരം. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഐസ് സ്കേറ്റ് എടുത്തോട്ടെ. ഞാനിതാ കൊട്ടാരത്തിലേക്ക് പോകുന്നു. താങ്ക് യു. മാസ്റ്റർ മോട്ടു പത്ലു വേഗം വാ. ഇനിയൊരു അപകടവുമില്ല. നമ്മളിതാ എത്തിക്കഴിഞ്ഞു. ഞങ്ങള് രാജകുമാരിയെ കൊണ്ടുവന്ന ആൾക്കാരാ. നിങ്ങളുടെ സ്നോ ബൈക്ക് ഒന്ന് എടുത്തോട്ടെ. എടുത്തോളൂ. ഞങ്ങളുടെ അടുത്തുള്ളതെല്ലാം അദ്ദേഹത്തിന്റെ ആണല്ലോ. കൊട്ടാരം എവിടെയുള്ളത്? ദേ അങ്ങോട്ട് നോക്കിയേ. നല്ല ഉയരമുള്ള മല. പക്ഷേ അപ്പുറത്ത് സ്നോ ഒന്നും ഉണ്ടാവില്ല. നോ ഐസ്. താങ്ക് യു. രാജകുമാരി, ഞങ്ങൾ ദേ വരുന്നു. വിട്, എന്നെ വിട്. നീ വിടാൻ. രാജകുമാരി എവിടെയാണുള്ളത്? രാജകുമാരി എവിടെയാണുള്ളത്? രാജകുമാരി എവിടെയാണുള്ളത്? എവിടെ പോയി പെണ്ണ്? ഒരു പ്രാവശ്യം കൈ കിട്ടിയ നല്ല പെടപെടക്കും ഞാൻ. അത് അവളുടെ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കും. ഒരിക്കലും അവള് മറക്കുകയില്ല. കൺട്രോൾ കൺട്രോൾ.
അവള് രാജകുമാരിയാണ്. അല്ല, ഈ സ്നോമാന്റെ ബാക്ക് എന്താ അങ്ങനെ എപ്പോഴും ആടിക്കൊണ്ടിരിക്കുന്നേ? നമ്മൾ അവിടുന്ന് വരുമ്പോ ബാക്ക് അവിടെയായിരുന്നു, ഇവിടേക്ക് വന്നപ്പോഴും ബാക്കാ കാണുന്നത്. എങ്ങനെ ഇത് തിരിഞ്ഞത്? അവിടെയുണ്ട്. വിട്. ശരി, വാ പത്ലു. വിട്ടോ. രാജകുമാരി, ഞാൻ നിന്നെ പിന്നെ നോക്കിക്കോളാം. ആദ്യം ഇവർ രണ്ടുപേരെ ഞാൻ തീർത്തേക്കാം. ഞാൻ പറഞ്ഞില്ലേ, ജീവിതമുള്ളവരെ ആസ്വദിക്കണമെന്ന്. പിന്നീട് ഞാൻ അവസരം തന്നില്ല എന്ന് നിങ്ങൾ വിഷമിക്കരുത്. വേണ്ട, വേണ്ട, വേണ്ട. രാജകുമാരി, You are welcome. വരൂ, വേഗം ഇവിടുന്ന് പോവാം. ജീവനുള്ളത്ര നാളെ സന്തോഷമായിട്ട് ജീവിക്ക്. പിന്നീട് പറയരുത് ഞാൻ നിനക്ക് അവസരം തന്നില്ല എന്ന്. നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും രക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കഷ്ടപ്പാടുകൾ നൽകിക്കൊണ്ടിരുന്നു. അത് സാരമില്ല, നിങ്ങളൊരു രാജകുമാരിയല്ലേ. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ചെറിയ കുസൃതിത്തരമൊക്കെ സാരമില്ല, പക്ഷെ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണെങ്കിൽ നന്നായിട്ട് ബുദ്ധി ഉപയോഗിച്ച് വിവേകത്തോട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ശരി മാസ്റ്റർ, ഞാനിനി അങ്ങനെ ചെയ്തോളാം. ഇതെന്താ സംഭവിക്കുന്നേ? ചേടാ, രാജാവിനെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? എനിക്കെങ്ങനെ അറിയാനാ? രാജകുമാരി എത്തി. നമ്മുടെ രാജകുമാരി എത്തി. രാജകുമാരി എത്തി. രാജകുമാരി എത്തിയോ? വളരെ നന്നായി. അക്കുമ്പ മഹാരാജാവിനെ എവിടെയാണ് തടങ്ങളിൽ പറപ്പിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഇരിക്കൂ രാജകുമാരി. ഇനി ഈ രാജസിംഹാസനം നിങ്ങളുടെയാണ്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് രാജാഭിഷേകം ചെയ്യാൻ പോവുകയാണ്. മന്ത്രി, രാജാഭിഷേകത്തിന്റെ സമയം ഞാൻ തീരുമാനിക്കും. ദിവസവും ഞാൻ പറയും. ഞാൻ ഏത് സിംഹാസനത്തിൽ ഇരിക്കണമെന്നുള്ളതും ഞാൻ വേണം തീരുമാനിക്കാൻ. മഹാരാജാവിനെ കൊണ്ടുവരൂ. മര്യാദയ്ക്ക് വിടുന്ന നിനക്കൊക്കെ നല്ലത്. പിതാശ്രീ, പിതാശ്രീ. രാജകുമാരി, നിനക്ക് ഇത്രയ്ക്കും ധൃതി എന്തിനാണ് രാജകുമാരി? അച്ഛനും മോളും കണ്ടോളൂ, സ്നേഹം പങ്കുവെച്ചോളൂ. പക്ഷേ നിന്റെ ശക്തി മുഴുവനും ഞാൻ എടുത്തതിന് ശേഷം മാത്രം. ഉള്ളത്ര നാളെ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഇവിടെയും വന്നു അല്ലേ? നിങ്ങളുടെ സമയം എന്തിനാണ് വെറുതെ പാഴാക്കുന്നത്? നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ എനിക്കൊരു പഴഞ്ചൊല്ലി ഓർമ്മ വരുന്നു. അല്പന്മാർ എപ്പോഴും അർദ്ധരാത്രിയും കുടപിടിക്കും. ഈ രാജ്യത്തിനും നിങ്ങൾക്കും യാതൊരു ബന്ധവുമില്ല. അതേപോലെ ഈ
സിംഹാസനത്തിനും അതേപോലെ ഈ ജനങ്ങൾക്കും നിങ്ങൾക്കും ഞങ്ങൾ ഞങ്ങളുടെ മാസ്റ്റർ ഹിംനരേഷിന്റെ ആജ്ഞ പാലിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് ജീവനുള്ള അത്രയും നാള് ഞങ്ങള് രാജകുമാരിയെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇതാണ് കാര്യം അല്ലേ? മാസ്റ്റർ പറ്റില്ലോ, കുഴപ്പമൊന്നുമില്ല. നിന്റെ ഈ ജീവൻ ഇപ്പോൾ എന്റെ കയ്യിലാണ് ഉള്ളത്. ഇതെന്താ സംഭവിക്കുന്നത്? അവരെ തീർത്തേക്ക്. ഒറ്റയ്ക്ക് 1 to 1 അടിക്ക്. നിന്റെ മന്ത്രവാദങ്ങളൊന്നും ഇല്ലാതെ. എന്നിട്ട് നോക്ക് നിന്റെ ഞാൻ എന്ത് അവസ്ഥയാക്കുമെന്ന്. ഞാൻ നിന്റെ ഈ ആഗ്രഹം നിറവേറ്റാം മോട്ടു. എല്ലാവരും മാറി നിൽക്കൂ. ആരും അടുത്തേക്ക് വരരുത്. അയ്യോ ഇല്ല, അയ്യോ
നമ്മളെ കൊണ്ടൊരു കാര്യം നേർവഴിയിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കതിനെ വേറെ വഴിയിലൂടെ ചെയ്യാം. നീ ആ രാജകുമാരിയെ രക്ഷിക്കാൻ വേണ്ടി നീ എത്രമാത്രം കഷ്ടപ്പെടുന്നു അല്ലേ? ഒരുപക്ഷെ അവൾ ജീവനോടെ ഇല്ലെങ്കിൽ നീ ആർക്ക് വേണ്ടി മത്സരിക്കും? അവളുടെ അടുത്തുള്ള ശക്തിയെ ഞാൻ അവളെ ഇല്ലാതാക്കിയതിനു ശേഷം ഞാൻ അവളുടെ ദേഹത്തുനിന്ന് എന്നെ കൊണ്ട് എടുക്കാൻ കഴിയും. സോറി മാസ്റ്റർ, ഞാൻ കാരണം നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ. നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഇത് ഈ സോം രാജ്യത്തിലെ രാജകുമാരിയുടെ വാക്കാണ്. ഗുരുവും ശിഷ്യനും തമ്മിൽ എന്തൊരു സ്നേഹമാണ്. ഗുരു ശിഷ്യന് വേണ്ടി ജീവൻ പോലും നൽകുന്നു. ഒപ്പം ശിഷ്യൻ ഗുരുവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്റെ ശക്തി മുഴുവനും പ്രയോഗിക്കുകയാണ്. പക്ഷേ ഞാൻ അവനെ ജീവിക്കാൻ അനുവദിക്കില്ല. കാരണം അവൻ എന്നെ ഒരുപാട് ശല്യപ്പെടുത്തി. രാജകുമാരി രാജകുമാരി, രാജകുമാരി ഇത് പിടിച്ചോളൂ. രാജകുമാരി സൂക്ഷിച്ച്. സൈനികരെ, ഇയാളെ പിടിച്ചുകെട്ട്. ഇതെന്റെ ആജ്ഞയാണ്. ഇയാളെ പിടിച്ചുകെട്ട്. അക്കുമ, വലിയ മുറിവുകൾ ഉണക്കാനുള്ള ഹീലിംഗ് പവർ മാത്രമാണ് എന്റെ അകത്തുനിന്നാണ് നീ വിചാരിച്ചത്. എന്താ ശരിയല്ലേ? എന്നാൽ എനിക്ക് മറ്റൊരു പവർ കൂടിയുണ്ട്. അത് നിനക്ക് അറിയില്ല. അക്കുമ, നിന്റെ അകത്തുണ്ടായിരുന്ന മാജിക്കൽ പവേഴ്സ് എല്ലാം, അതും രാജാവിനെ കബളിപ്പിച്ചുകൊണ്ട് നീ നേടിയ മാജിക്കൽ പവേഴ്സ് നിന്റെ ശരീരത്തിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുന്നു. അതെല്ലാം ഇതിനകത്തുണ്ട്. 1000 വർഷങ്ങളോളം ഞങ്ങളുടെ കുടുംബം ഇത് എവിടെയാണോ സംരക്ഷിച്ചത് അവിടെ ഇത് വീണ്ടും സംരക്ഷിക്കും. ഇനി മഹാരാജാവ് ആഗ്രഹിക്കുന്ന ശിക്ഷ അദ്ദേഹം നിനക്ക് നൽകട്ടെ. അക്കുമ, മഹാരാജാവ് ഭാനുപ്രതാപ് എന്ന ഞാൻ നിന്നെ ജീവിതകാലം മുഴുവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ കൽപ്പിക്കുന്നു. ഇവരെ കൊണ്ടുപോകൂ. മാസ്റ്റർ മോട്ടു, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല മാസ്റ്റർ മോട്ടു.
മോട്ട് കണ്ടു തുറന്നു. മോട്ടിന് കുഴപ്പമൊന്നുമില്ല. എന്ത് പറ്റി? അക്കുമ എവിടെയാ? വിഷമിക്കണ്ട മോട്ടു, അവനെ രാജകുമാരി തടവിലാക്കിയിരിക്കുക. രാജകുമാരിയോ? അതെങ്ങനെ? എല്ലാം നിങ്ങൾ നൽകിയ ട്രെയിനിങ്ങിലൂടെ. പ്രിയപ്പെട്ട മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും എന്റെ മകളെ രക്ഷിച്ചിരിക്കുന്നു. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. You are welcome, രാജാ ഭാനുപ്രതാപ്. നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങളുടെ ജീവൻ തന്നെ പണയം വെച്ചു. നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് മാസ്റ്റർ മോട്ടു. പത്ലു, എനിക്ക് തോന്നുന്നു നമ്മുടെ രാജകുമാരി ഒരു വലിയ ആളായി പോയി. ഒരു ശരിക്കുള്ള രാജകുമാരിയെ പോലെ സംസാരിക്കണു. നിങ്ങൾ എന്റെ മകളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. ഇതിന് പ്രതിഫലമായിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് നിങ്ങൾ ചോദിച്ചു. തൽക്കാലം ഞങ്ങൾക്ക് കുറെ ചൂട് സമോസ തന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. എങ്കിൽ പിന്നെ കഴിച്ചാലോ? വരൂ രാജകുമാരി, വാ. സമോസ, ജയ് ഹോ. സമോസ, സമോസ, സമോസ. നല്ല മണം. സമോസ. Watch India's largest kids library only on Jio Hotstar. Download the app now.